അല്ല, കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ച നാടാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ മലകളുണ്ട്, ഇഷ്ടംപോലെ പുഴകളും കായലുകളുമുണ്ട്. പ്രകൃതി കൊണ്ട് അനുഗ്രഹിച്ച ഒരു നാട് കേരളം പോലെ മറ്റൊരു നാടില്ല. ഈ നാട് പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ വ്യവസായങ്ങളുമായി പോകുന്നൊരു നാടായിരുന്നു. ഇപ്പോൾ കൈത്തറി ഇവിടുത്തെ ഒരു പ്രധാന വ്യവസായമാണ്. ബീഡി മറ്റൊരു വ്യവസായമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ നൂൽപ്പ് ഈ നാട്ടിലൊരു ഭാഗമാണ്. ഖാദിയും ചേർന്ന് അതിന് കൂടെയാണ് ചകിരി. നമ്മളെ പല സ്ഥലത്തും ഈ ചകിരി ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്ന് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇവരെല്ലാം ഈ എന്താ ചൂടി ഉണ്ടാക്കുന്ന ആ വ്യവസായങ്ങളുണ്ടായിരുന്നു. പാരമ്പര്യ വ്യവസായത്തിൻ്റെ നാടായിരുന്നു ഇത്. അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ വ്യവസായങ്ങൾക്ക് നിലനിൽപ്പ് കുറവാണ്. യന്ത്രവൽകൃത സമൂഹം വന്നപ്പം അതിൻ്റെ നിലനിൽപ്പ് വളരെ അപകടത്തിലായി. അപ്പോൾ കയർ വ്യവസായം, കശുവണ്ടി വ്യവസായം, കൈത്തറി വ്യവസായം എല്ലാം തന്നെ ഇങ്ങനെ പലയിടത്തും മത്സരിച്ച് നിൽക്കുന്ന ഒരു ലെവലെത്തി. അപ്പോൾ അവർക്ക് പുതുതായി ജോലി വേണമെന്ന്. മറ്റൊന്ന്, മനുഷ്യൻ്റെ സ്ഥിതി പറഞ്ഞാൽ കാര്യമായ റോഡില്ല, പാലങ്ങളില്ല, മറ്റ് സൗകര്യങ്ങളില്ല. അന്ന് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 60 വയസ്സാണ് മാക്സിമം. 56 റിട്ടയർ ചെയ്താൽ 60 പോവും. ഇവിടെ കാര്യമായ ചികിത്സാ സംവിധാനമില്ല. ഇവിടെ കുറച്ച് ധർമാശുപത്രികളുണ്ട്. അതാണ് കേരളത്തിലെ സ്ഥിതി. സ്കൂളുകളിൽ പഠിക്കാൻ തിരുവിതാംകൂറിൽ കുറച്ച് സ്കൂളുകളൊക്കെ രാജഭരണകാലത്തുണ്ടായിരുന്നു. ഇങ്ങനെ കേരളം എന്ന് പറയുന്ന നാട് ഇതുപോലെ പ്രകൃതി സമ്പന്നമാണെങ്കിലും മനുഷ്യന് ആവശ്യമായ സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു നാടായിരുന്നു. ആ നാടിനൊരു മാറ്റമുണ്ടായി. ആ മാറ്റമുണ്ടാകുന്ന 1957. 56 നവംബർ 1 കേരളം എന്ന് പറയുന്നത് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർന്ന് ഒരു സംസ്ഥാനമായി. ആ മലബാർ എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷ് മലബാറായിരുന്നു. 2 തരം രീതികളായിരുന്നു ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നത്. അത് മാറി നമ്മൾ നേരെ പോകുമ്പം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ കേരളത്തിൽ അധികാരത്തിൽ 57. ആ ഗവൺമെൻറ് 6 കാര്യങ്ങളിലാണ് ഗവൺമെൻറ് പ്രധാനമായും ഒരു തീരുമാനമെടുത്തത്. ഒന്ന്, മനുഷ്യന് ആഹാരം വേണം, ഭക്ഷണം. മറ്റൊന്ന്, അവന് ഉടുക്കണം, വസ്ത്രം. പാർപ്പിടം വേണം, വീട്. പിന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ. ഈ തൊഴിലെന്ന് പറഞ്ഞാൽ ഉള്ള തൊഴിലില്ല, അവർക്കെല്ലാം ജോലി കൊടുക്കാൻ സംവിധാനം. ഇത് വെച്ചുകൊണ്ടാണ് 57 ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം ആവണമെങ്കിൽ എന്ത് വേണം? ജന്മിത്തത്തിൻ്റെ പഴയ കാലത്തെ ഇവിടുത്തെ കൂട്ടിക്കെട്ടില്ലാതെ ഈ മനുഷ്യരിലുള്ളത് ജന്മിത്തം അവസാനിക്കണം. അപ്പോൾ ആദ്യമായി ജന്മിത്തം അവസാനിപ്പിക്കാനുള്ള തുടക്കമായി. അങ്ങനെ വാരം പാട്ടം നിർത്തലാക്കി കൊടിയൊഴുപ്പൊക്കെ തടഞ്ഞു 57 ആ ഗവൺമെൻറ്. അതിനെ തുടർന്ന് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് 67 വന്നൊരു മുന്നണിയാണ്, സപ്തകക്ഷി മുന്നണി. ആ മുന്നണി ഗവൺമെൻറ്റാണ് പിന്നെ അതിന് തുടർച്ചയായിട്ട് വന്നത്. അതിനുശേഷം 69 ആ ഗവൺമെൻറ് വഴിമാറി. അത് കഴിഞ്ഞ് 70 മുതൽ വന്ന ഗവൺമെൻറ് അച്ചുമ്മന ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് കേരളത്തിന് ഒരു പുതിയ വഴി കൃത്യമായി കണ്ടെത്തി. അതെന്താ? വ്യവസായ ശൃംഖലകൾ. ആ വ്യവസായങ്ങളിൽ ഒരു വ്യവസായം ചൂണ്ടിക്കാണുക കെൽട്രോൺ അന്ന് വന്നതാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ കെൽട്രോൺ ഉണ്ടായി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടായി, നമ്മുടെ നാട്ടിലെ മനുഷ്യന് ആവശ്യമായ എല്ലാത്തിനും സംവിധാനങ്ങൾ ഉണ്ടാക്കി. 54 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവരുണ്ടായി. അപ്പോൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളോട് മത്സരിക്കാവുന്ന സംസ്ഥാനമായി. കെൽട്രോണിൻ്റെ പുരോഗതി കണ്ടിട്ട് ബജാജ് എന്ന് പറയുന്ന സ്വകാര്യ മുതലാളി, അദ്ദേഹം KP നമ്പ്യാരെ വിളിച്ച് പറഞ്ഞ്, മിസ്റ്റർ നമ്പ്യാർ ഇവിടെ വരെ എത്ര കാശ് പണങ്ങൾ തരാം? നോ. അത് ഇന്ത്യ മുഴുവൻ മാർക്കറ്റുള്ളൊരു വ്യവസായമായി മാറി ഈ കെൽട്രോൺ, ബജാജിനെതിരായിട്ട്. ഇങ്ങനെ കേരളം എല്ലാ തലത്തിലും വളർന്നു വന്ന ആ ഒരു കാലമാണ്. ആ വളർച്ച കൊണ്ട് മാത്രം മതിയോ? പോരാ. നമുക്ക് കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും, തൊഴിലെടുക്കാൻ പറ്റുന്ന ആളുകൾക്കെല്ലാം തൊഴിൽ വേണം. പിന്നെ എല്ലാവർക്കും ഭവനം വേണം. നമ്മൾ ആദ്യം ലക്ഷ രൂപ ഉണ്ടാക്കിയ MN
അതിനുശേഷം ഇപ്പോഴെന്താ, ഇപ്പം മനുഷ്യനെല്ലാം വീട് കൊടുക്കാൻ ഇപ്പം പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നു, എല്ലാവർക്കും വീട് കൊടുക്കുക. അപ്പോൾ ചോദ്യം, കടലോരത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യും? അവർക്ക് മത്സ്യത്തിന് പിടിക്കാൻ വേണ്ടി പോകാൻ അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം ഇപ്പം തുടങ്ങി പൂന്തുറയിൽ. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിൽ വന്ന മാറ്റം, മലബാറിൽ പഴയ കാലത്ത് സ്കൂളുകളില്ലായിരുന്നു. കോളേജുകളെന്ന് പറഞ്ഞാൽ 3 കോളേജുകൾ: ബ്രണ്ണൻ കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ്, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിക്ടോറിയ കോളേജ്. ഇപ്പോൾ അവിടെയെല്ലാം കോളേജുകളായി, 2 യൂണിവേഴ്സിറ്റികളായി. എന്ന് പറഞ്ഞാൽ ഇപ്പം മിക്കവാറും പഠിക്കാത്ത ആളുകളില്ല എന്നുള്ളൊരു സ്ഥിതി വന്നിവിടെ. നേരത്തെ എന്താ, നേരത്തെ പഠിച്ചവർ വളരെ ലിമിറ്റായിരുന്നു, എന്ന് പറഞ്ഞാൽ എണ്ണി എടുക്കാവുന്നത്. ഇപ്പം പഠിക്കാത്തവർ വിരലിലെണ്ണാവുന്ന ഈ ഒരു മാറ്റം ഉണ്ടായി. ആ മാറ്റം നമ്മൾ കാണാതിരുന്നില്ല. ഈ മാറ്റത്തിന് പ്രധാനപ്പെട്ട ചാലകശക്തിയായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം.